ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ O3 Vlogs. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനായിട്ടാണ്. പിന്നെ എനിക്ക് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു ാണ് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു ശല്യപ്പെടുത്തുന്ന ഒരു അനീതി ഉണ്ട്, അവളെ ശല്യപ്പെടുത്തും, അത് നിങ്ങൾ കാര്യമാക്കണ്ട കേട്ടോ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. ആദ്യം ഞാൻ എൻ്റെ മുടി നീരുണ്ട്. ഓക്കേ, ഞാൻ ഈ കൊടുക്കണ്ട്, ഞാൻ കെട്ടിക്കൊടുക്കാം. മുടി കെട്ടണ്ടേ? കെട്ടണ്ടേ നമുക്ക്? അച്ചൂടാ, നമുക്ക് മുടി കെട്ടണ്ടേ? കെട്ടിയില്ല ഞമ്മ വഴിക്ക് പറയൂലേ. അവളൊരു അങ്ങനെ പാട്ടില്ലേ, അതിനും കേട്ടിട്ടുണ്ട്. അടുത്ത നിങ്ങൾ എഴുതും ബോഡി സ്പ്രേ ആയിരിക്കുന്നത്, പക്ഷെ അല്ല ഗൈസ്, ഇത് ഒരു ബോഡി സ്പ്രേ തന്നെയാണ്. പക്ഷെ ഇതിലത്തെ ബോഡി സ്പ്രേ തീർന്നു. അപ്പം ഞാൻ കരുതി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത് ചെയ്യാമെന്ന്, ക്യാപ്പ അങ്ങനെ ചെയ്യാമെന്ന് കരുതിന്. അപ്പം ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ എനിക്ക് മുഖം കഴിക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ തുടയ്ക്കേണ്ടി തോർത്തും. അപ്പം ഞാൻ കരുതി ഇങ്ങനെ ചെയ്യാമെന്ന്. ഇപ്പം സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ ഗൈസ്, ഞാൻ വെള്ളം കൊണ്ട് കഴുകി. ഞാനിതൊരു ക്ലോത്തല്ല, എൻ്റെ കയ്യിലൊരു കർച്ചീഫ് ടവൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. വീട്ടിലാണെങ്കിലും എവിടെ പോയാലും എൻ്റെ കയ്യിൽ അതുണ്ടാവും. സോ ഞാനപ്പോൾ അതും കൊണ്ടാണ് ഞാൻ തുടയ്ക്കാറ്. അപ്പം നമുക്കത് തുടയ്ക്കാം അതും കൊണ്ട്. ഓക്കേ 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 ഓക്കെ, അപ്പം നമുക്ക് തുടക്കാം. അപ്പം ഗൈസ്, നമുക്ക് തുടയ്ക്കാം. ഒന്ന് വെറുതെ ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യാറ്. ഈ മുടി ഞാൻ ഒരു ഇതും കൊണ്ട് പൊക്കി വെക്കും. ഞാൻ എന്നെ വെക്കാൻ പറഞ്ഞത് ഗൈസ്, ശരില്ല. വെള്ളം ഒഴിക്കുമ്പോൾ കുഴപ്പമില്ല. ഈ സാധനം വയ്ക്കും ഗൈസ് എൻ്റെ കുറച്ച് എളുപ്പമായി. അപ്പം ഈ മുടിയൊക്കെ പൊന്തിക്കുമ്പോൾ അവിടെ മുടി പൗഡറിട്ട് പൊട്ട് തൊട്ട് നമ്മുടെ അമ്മിണികളെ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യും. ഗൈസ്, എൻ്റെ കൈമ പഴുപ്പ് വന്നേക്കാണ് ഈ കൈമ. സോ ഗൈസ്, മുടിയൊക്കെ കെട്ടുമ്പോൾ ഭയങ്കര വേദനയാണ് ഗൈസ്, കണ്ടോ? പിന്നെ ഇതിങ്ങനെ പിടിച്ചിട്ടുള്ള ഡ്രസ്സിങ്. അപ്പോൾ ഈ കൈ കൂടി ഒന്ന് പോയി അപ്പോൾ ഭയങ്കര വേദനയാണ് ഗൈസ്. ഞാൻ എന്ത് ചെയ്യണം? ഓക്കെ, അടുത്ത എന്താ ചെയ്യാ? ഞാൻ തുടയ്ക്കാം. ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ എവിടെ വെക്കാന്ന് വെച്ചാൽ ഡ്രസ്സിങ് ഗൈസ്, ഞാൻ അങ്ങനെയായിട്ട് വയ്ക്കാറ്. പോക്കറ്റില്ലാത്തെങ്കിൽ
ഓക്കെ, അപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. പൗഡർ സമയത്ത് മാറ്റാം. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ പൗഡർ ഇടുമ്പോൾ ഇത് വെക്കും. രസം. അപ്പോൾ കഴിച്ച് എൻ്റെ കയ്യിലുള്ള ഒരു സ്ട്രോബെറി ലിപ് ബാമാണ്. അത് തീരാറായിട്ടുണ്ട്. അപ്പം ഞാൻ അതൊന്നും വാങ്ങിക്കണം. ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടോ കയ്യിൽ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഞാൻ പറിച്ചാണ്. നമ്മുടെ മെയിൻ പരിപാടി എന്തുമ്മ സ്റ്റിക്കർ ഉണ്ടായില്ല അത് പറിച്ച് കളയലാണല്ലോ. പിന്നെ ഇതുമ്മ പറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നെ കാണുന്നില്ല, അയ്യോ എന്നെ കണ്ടിരിക്കുന്നു. നമ്മുടെ മെയിൻ പരിപാടി സ്റ്റിക്കറൊക്കെ പൊളിച്ചില്ല. പക്ഷെ ഞാൻ പറിച്ചോളണം. ഓക്കെ, അടുത്ത നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? പൗഡർ ഇട്ട പൊന്മണി, പൗഡർ ഇട്ട പൊന്മണി. അപ്പോൾ ഗൈസ് എൻ്റെ അനിയത്തി തനിയെ ടീച്ചറും കുട്ടീനും പറഞ്ഞ് കളി കളിച്ചുകൊണ്ട് നിങ്ങളങ്ങനെ കളിക്കാറില്ല. ഞാൻ അവളുടെ ഒപ്പം കളിക്കാൻ പോകാറില്ല. ഞാൻ അവളുടെ ഒപ്പം കളിക്കാൻ പോകാറില്ല ഗൈസ്. അപ്പം നമുക്ക് അവളെ കെട്ടിക്കൊടുക്കാം. അക്കു ഹലോ പറയും. അവൾക്ക് ജാടയാണ് കേട്ടോ, അവൾക്ക് ജാടയാണ് കേട്ടോ. ഞാൻ എന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ അവൾക്ക് പട്ടിഷോ ജാട എന്നൊക്കെയാണ് പറയാം. പറഞ്ഞിട്ടുണ്ട് ഗൈസ്, നിങ്ങളുടെ അടുത്ത് നല്ല സാധനങ്ങൾ ഇങ്ങനെയാണ് വെക്കാറ്. ഒരു ടിന്നുകൾ എനിക്ക് ലിപ് ബാം എന്തായാലും ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഞാൻ കുഴിച്ച് കുഴിയാക്കി ഗൈസ്. ഇപ്പോൾ വീട്ടിലാണല്ലോ ഗൈസ് ഇരിക്കുന്നത്. അതാണ് ഞാൻ പൊട്ട് തൊടില്ല, ജസ്റ്റ് കണ്ണു എഴുതുള്ളൂ. ആകെ ലിപ്സ്റ്റിക് ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. അവൾ ശല്യപ്പെടുത്തുന്ന കേട്ടോ ഗൈസ്, നിങ്ങൾ കാര്യമാക്കണ്ട. നമുക്ക് ഞാൻ ഇവിടെ പോയി ലിപ് ബാമും ലിപ്സ്റ്റിക്കും എന്തിലും ഞാൻ ഇത് രണ്ടും മെയിനായിട്ടിടും ഗൈസ്. അറിയോ, രണ്ടും ഞാൻ ഭയങ്കരമായിട്ട് മെയിനായിട്ടിടും. അപ്പോൾ ഗൈസ് എൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു ട്രിക്ക് പറഞ്ഞുതരാം. സ്മഡ്ജ് പ്രൂഫ് ലിപ്സ്റ്റിക്ക് എങ്ങനെ ആക്കണേന്ന്. ആദ്യം കുറച്ച് പൗഡർ എടുക്കുക. ഞാൻ സ്മഡ്ജ് പ്രൂഫ് എങ്ങനെ ആക്കണേന്ന് കണ്ടിട്ടുള്ളൂ. ഇനി ഞാൻ വാട്ടർ പ്രൂഫ് എങ്ങനെ ആക്കണേന്നൊന്ന് പരീക്ഷിച്ചാക്കാം. ഓക്കെ, തുടച്ചളയാം എന്നുവെച്ചാൽ തുടച്ചളയാം, എല്ലാം ഞാൻ തുടച്ചളയത്. പതിയെ ചെയ്യണം, അല്ലെങ്കിൽ
ലിപ്സ്റ്റിക്കും പോവും ഇതാ. പക്ഷെ അതിട്ട് ലൈറ്റായ പോലെ തോന്നും. എനിക്കിത് ഇഷ്ടമല്ല, ഞാനത് ഇങ്ങനെ ഇടാറില്ല കേട്ടോ. ഇട്ടുണ്ടെന്ന് തോന്നുന്നു കായ് ലൈറ്റ് ഒരു ഗൈസിനെ കാട്ടിത്തരാം. ഞാനിപ്പോൾ കാട്ടാം. എന്താ ഗൈസ്, ഉണ്ട് ഗൈസ്. നമുക്കപ്പം നോക്കാം. ഗൈസ് സ്മഡ്ജ് പ്രൂഫായിരിക്കുന്നു. നമുക്കിനി എൻ്റെ അനിയത്തി പലതും പറയും. നമുക്ക് വാട്ടർ പ്രൂഫ് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പൗഡർ ഇട്ടുണ്ട്. അപ്പോൾ ഒരു സ്മഡ്ജ് പ്രൂഫായി. അതിന് മീതെ ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കാം. വെള്ളം സ്പ്രേ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കുറച്ച് സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ അങ്ങോട്ട് തുടച്ച് കളയണ്ട കേട്ടോ. ഇങ്ങനെ പതിയെ ഉപ്പെടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് നോക്കാം പോന്ന് ഗൈസ്. നമുക്ക് വെള്ളം ഒഴിച്ച് സ്പ്രേ അടിക്കാം കേട്ടോ. നമ്മൾ എല്ലായിടത്തും പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. വായൊക്കെ കഴുകുമ്പോൾ പോവും, ഈ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ പോവും. നമ്മൾ സ്പ്രേ ചെയ്തില്ലല്ലോ വെള്ളം കുടിക്കുന്നതും മുഖമൊക്കെ കഴുകുന്നത്. നമുക്ക് നോക്കാം. പോണെങ്കിൽ നന്നായിട്ട് ഉരച്ച് കഴുകണം. Guys, it's working. It's working. Guys, അപ്പോൾ ഇത് വർക്കിംഗ് ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഇപ്പോൾ വാട്ടർ പ്രൂഫ്. പക്ഷെ ലിപ്സ്റ്റിക്ക് നിങ്ങൾ എന്തോരം ഡാർക്കായിട്ടായാലും പൗഡറും വെള്ളം കൂടുമ്പോൾ അത് കുറഞ്ഞു വരും കേട്ടോ ഗൈസ്. ഞാൻ ലിപ്സ്റ്റിക്കും ലിപ് ബാമും കുറച്ചും കൂടി ഇടാൻ പോകണം കേട്ടോ. എനിക്കിഷ്ടമല്ല ലിപ്സ്റ്റിക് ലൈറ്റായിട്ടുള്ള തന്നെ, ഭയങ്കര കുറവാണ്. ഭയങ്കര കുറവാണ് ഞാൻ ഇങ്ങനെ ലൈറ്റ് ലിപ്സ്റ്റിക് ഇടും. ഞാൻ എവിടെ പോയാലും നല്ല ഡാർക്കായിട്ടത് ലിപ്സ്റ്റിക് ഇടും, ഏത് സ്ഥലത്ത് പോയാലും. ലിപ് ബാം ലൈറ്റ് ആയിട്ടിടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക്ക് ടൈം അത് കാണില്ലേ, സോ അതുകൊണ്ട്. പക്ഷെ ലിപ്സ്റ്റിക്ക് ഞാൻ കൂടുതലും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എങ്ങനെയാ സ്മഡ്ജ് പ്രൂഫ് ലിപ്സ്റ്റിക്കും വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കും വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, എൻ്റെ റൊട്ടീൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു സാധനം കൂടി ഞാൻ ഇടുന്നുണ്ട്.
പെർഫ്യൂം പെർഫ്യൂം പെർഫ്യൂം. ഓക്കെ, അതും കൂടി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുക? ഓക്കെ, ഇനി ഒന്നുമില്ല ഗൈസ് ബാക്കി. അപ്പം എൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എൻ്റെ മോർണിംഗ് റൊട്ടീൻ കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ.